ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഫിഷ് കറി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വേളാപ്പാര എന്ന് പറയുന്ന മീൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി കട്ട് ചെയ്ത് കിട്ടിയേക്കുന്നതാണ്. അതിനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി 2-3 പുളി ഇത്തിരി ചൂട് വെള്ളത്തിലിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേന് കാണിച്ചു തരാം. മീൻകറിക്ക് വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഉലുവയും കടുകും എല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴട്ടിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചിയും നല്ല രീതിയിൽ വഴന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടണം. കാരണം ഇത് മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ്, എരിവുള്ളത് എരിവില്ലാത്തതും കൂടെ. അതുകൊണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എണ്ണയിലൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ പുളി ഒരു 3 കഷ്ണം തോട്ടുപുളി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ മീനിൻ്റെ ഗ്രേവി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മീനെല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊന്നും മുങ്ങിക്കിടക്കുന്ന പാകത്തിനുള്ള വെള്ളം വേണം ഇതിനകത്ത് ചേർക്കാനുള്ളത്. അപ്പം നമ്മൾ മീൻ ഇടുന്നതിന് മുമ്പ് ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കിയായിരുന്നു. ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉപ്പ് ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 12 മിനിറ്റ് വേവിക്കുക. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പും പുളിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. പുളി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിന് മീനിൽ പിടിക്കും. ഇപ്പം മീനിൽ പിടിക്കത്തില്ല, ഗ്രേവിയിലുള്ള പുളി മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം കുറഞ്ഞൊരു 3-4 മണിക്കൂർ വെച്ചിട്ട് ഈ മീൻകറി കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് അതിൻ്റെ നമുക്കറിയാൻ പറ്റുന്നത്.